എന്ത് ആഹാ, ഉഗ്രൻ കളറ്. ഇതെന്താ മജന്തയോ? പിങ്ക്. നല്ല Pink ആണോ? ശരി മക്കളെ ഏത് ഏതാ പാട്ടാ? പാടുന്നേ? പൂമാനമേ. ആഹാ ആഹാ പൂമാനമേ. അതെ, ആ പാട്ടല്ലേ? ഈ പാട്ട് വീണ്ടും ഓസ്ലർ എന്ന ചിത്രത്തിലൂടെ വീണ്ടും അതെ. Double hit. ഡബിൾ ഹിറ്റായി. എന്നാലും നമ്മുടെ ആ ഒരു ആദ്യം മറക്കാൻ സിനിമ പറ്റില്ല. അതെ, ന്യൂഡൽഹി എന്ന് പറഞ്ഞ നിറക്കൂട്ട് എന്ന ചിത്രത്തിൽ വന്ന ഒരു ഇത് അതെ, തീർച്ചയായിട്ടും. മാർക്കോസേട്ടന്റെ ശ്യാം, ആ, ഒരു പാട്ടാണിത്. അതെ. നമ്മളുടെ ഡീറ്റെയിൽസ് ബാക്കി മൂവി നിറക്കൂട്ട്. പിന്നെ പാടിയത് ചിത്രമ്മ. മാർക്കോസേട്ടനും മാർക്കോസേട്ടൻ പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ട്. ആ. ഞാൻ ഫീമെയിൽ വേർഷനാ പഠിച്ചത്. ഓക്കെ ഓക്കെ. ശരി മോളെ. പിന്നെ ഇയർ 1985. ആ, ലിറിക്സ് പൂവച്ചാൽ ഖദർ സർ. മ്യൂസിക് ശ്യാം സർ. വെരി ഗുഡ്. ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? എന്തെങ്കിലും പുതിയ ആരെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ നാട്ടിൽ പോയിരുന്നോ? അതിൽ പാട്ട് ഇപ്പൊ കഴിഞ്ഞിട്ട് ശല്യമൊക്കെ കുഴപ്പമില്ലല്ലോ അല്ലേ? ഇവിടുത്തെ ചെറുക്കന്മാരാരെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ടോ? ഇവന്മാർ എന്റെ ദേഹത്തൊക്കെ പുളിയില വാരി എറിയുന്നുണ്ട്. പുളിയില? അത് പ്രത്യേകിച്ച് പുളിയില തന്നെ അറിയാൻ കാരണം ഞാനൊന്ന് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് 3 എണ്ണം കൂടെ. ഇപ്പൊ അണ്ണനും കൂടെ ഉണ്ട്. അണ്ണനും വഴി തെറ്റിയോ? ചേച്ചി ഇത് സൂക്ഷിക്കണം. അണ്ണനെ അങ്ങനെ ആക്കിയെടുത്ത അവര്. എന്തായാലും ഇത് ആയില്ലേ അണ്ണന്റെ. അല്ല, അണ്ണൻ കുറച്ചൊക്കെ മാറണം, എന്നാലല്ലേ ഞങ്ങള് തമ്മിലുള്ള ഒരു വേവ് ലെങ്ത്. ശരിയാ, ശരിയാവണം കേട്ടോ. ആ കെമിസ്ട്രി മാച്ച് ആവണം. Workout അതെ അതെ അതെ. അപ്പൊ എന്തായാലും പാട്ട് പാടിയാലോ നമുക്കെന്നാ? ഓക്കെ, പാടാം. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. പൂമാനമേ
വെരി ഗുഡ് വെരി Very ഗുഡ് nice, വെരി ഗുഡ് very nice. താങ്ക് യു ആർജിത കുട്ടി ഇന്ന് പാടിയതിന്റെ മാർക്ക് 98 ഔട്ട് ഓഫ് 100. താങ്ക് യു. അതെ, ഇന്ന് ഒരു പ്രത്യേക സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ ഉണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്യണം. അതെ. മറ്റേ സുന്ദരിയായ അമ്മയിലോട്ടായിരുന്നു നമ്മുടെ ഫുൾ ഫോക്കസ് പോകുന്നത്. അമ്മയുടെ ആ മുഖത്തെ നിഷ്കളങ്കത, അതൊരു വല്ലാത്ത നിഷ്കളങ്കത കേട്ടോ. ഒരു നാടൻ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇന്ന് നമ്മുടെ ശ്രദ്ധ മൊത്തം പിടിച്ചു പറ്റുന്നത് നമ്മുടെ താഴെ ഇരിക്കുന്ന ജൂനിയർ ആളിലോട്ടായിരുന്നു. ആർജു. എന്താ പേരെന്താ മോന്റെ പേര്? ആർവിക്. ആർവിക്. ആട്ടി ഒരു ആർവിക് പുക്കുറ്റി. താങ്ക് യു. റിമിയാൻഡിയുടെ ഫാനാവേ. ആണോടാ? ആണല്ലേ? തുമ്പിക്കിന്നാരം കേട്ടില്ലല്ലോ, തുമ്പപ്പൂക്കാലം ഞാൻ കണ്ടില്ലല്ലോ, സ്നേഹം കാണാതെ നേരം പോയല്ലോ. ഇന്നോളം ഞാൻ ഒരാളിവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ കൺവട്ടത്ത് തന്നെ ഉണ്ട്. ആരാണ് അയാൾ? നല്ലൊരു മ്യൂസീഷ്യനാണ്. അദ്ദേഹം ഇന്ന് പിറന്നാൾ കൊണ്ടാടുകയാണ്. പക്ഷെ ആരോടത്തൊന്നും പറഞ്ഞിട്ടില്ല, മിണ്ടിയിട്ടില്ല, ചെലവ് തന്നിട്ടില്ല. അപ്പൊ ആരാ? പക്ഷെ നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കുകയാണ്. മിസ്റ്റർ സുബിൻ. സുബിൻ ചേട്ടൻ തന്നെ ഞെട്ടിപ്പോയി. എന്റെ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ സുബിൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ഈ വർഷം എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, ഗിറ്റാർ കയ്യിൽ നിന്ന് ഇങ്ങനെ മാറ്റാൻ പറ്റാത്ത സമയമില്ലാത്ത രീതിയിൽ തിരക്കാവട്ടെ. പിന്നെ ഉണ്ടല്ലോ മധുങ്ങളെ, ആ. എന്റെ ബർത്ത്ഡേ എപ്പോഴാന്നറിയോ? എപ്പളാ? ലോക സംഗീത ദിനത്തിന്റെ അന്നാ. ആണോ? ആ, ജൂൺ 21. അത് കഴിഞ്ഞൊരു 3 ദിവസം കൂടി കഴിഞ്ഞാ മധുവങ്കളുടെ ബർത്ത്ഡേ ആയി. അതെ, എന്താ? ജൂൺ 24. ഓ അത് ശരി. ഞാനും മെസ്സിയൊക്കെ ഒരു ദിവസാ. മെസ്സിയുടെ ഒരു ഭാഗ്യം. അതെ, സന്തോഷായില്ല ഇന്നത്തെ? സന്തോഷായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. ബൈ ബൈ.